ചിറയമുണ്ടം ഗവൺമെൻറ് ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ വ്യത്യസ്ത ടൈപ്സ് നമ്പർ സിസ്റ്റങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള, അതിലെ ഏറ്റവും ബേസിക് കമ്പോണൻ്റ് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ലോജിക് ഗേറ്റുകൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നത് ഈ ലോജിക് ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ലോജിക് ഗേറ്റുകൾ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അവയിൽ ഒന്നോ അതിലധികമോ ഇൻപുട്ട് കൊടുക്കാനാവും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട്പുട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെർട്ടൻ ലോജിക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും. നമുക്കിതിനെ ബേസ് ചെയ്ത് ലോജിക് ഗേറ്റുകളെ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്നിങ്ങനെ വിളിക്കാം. ഈ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്നിവയാണ് ഏറ്റവും ബേസിക് ഗേറ്റുകൾ. നോട്ട് ഗേറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻവെർട്ടർ. നോട്ട് ഗേറ്റിൻ്റെ സിമ്പലാണ് ഈ വലത്തെ ഭാഗത്ത് കാണിച്ചിട്ടുള്ളത്. നോട്ട് ഗേറ്റിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ, അതുപോലെ ഒരു ഔട്ട്പുട്ട് സിഗ്നലുമാണ് ഉണ്ടാവുക. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് സിഗ്നൽ. അതായത് ഇൻപുട്ടിൽ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ 0 ലഭിക്കും. ഇൻപുട്ടിൽ 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 ലഭിക്കും. ഇനി നമ്മൾ ഈ നോട്ട് ഗേറ്റിൻ്റെ ലോജിക് എക്സ്പ്രഷൻ ഇങ്ങനെ പറയാം. ഇൻപുട്ടിൽ നമ്മൾ എ എന്നും ഔട്ട്പുട്ട് y എന്നും എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് y = a ഡാഷ് ആയിരിക്കും. ഔട്ട്പുട്ട് y = a ഡാഷ് ആയിരിക്കും. അതായത് എയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ലഭിക്കുക. നമ്മൾ കോമൺ ആയിട്ട് നോട്ട് ഗേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന IC 7404 ആണ്. ഇനി നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വലത്തെ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ ലോ അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ഹൈ ലഭിക്കും, അല്ലെങ്കിൽ 1 ലഭിക്കും. ഇൻപുട്ടിൽ ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും. ഇനി നോട്ട് ഗേറ്റിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഇക്വലൻറ്റ് സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററാണ്. ഇതിൽ നമ്മൾ ഇൻപുട്ട് 0 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ലഭിക്കും. അതായത് ട്രാൻസിസ്റ്റർ ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഓഫ് സ്വിച്ച് ആകുമ്പോൾ അതിന് അക്രോസ് വോൾട്ടേജ് ലഭിക്കും. അപ്പോൾ ലോജിക്ക് 0 ആണെങ്കിൽ, അതായത് വോൾട്ടേജ് ലോ ആണെങ്കിൽ, ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ അല്ലെങ്കിൽ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടേജ് ലഭിക്കും. ഇനി ഇൻപുട്ട് ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ സാച്ചുറേഷൻ ആകുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അക്രോസ് വോൾട്ടേജ് ലഭിക്കില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട്. ഓർ ഗേറ്റിൻ്റെ സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഓർ ഗേറ്റിൽ 2 അതിലധികമോ ഇൻപുട്ട് സിഗ്നൽ ആവാം. ഔട്ട്പുട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ബൂളിയൻ എക്സ്പ്രഷൻ ഓഫ് ഓർ ഗേറ്റ് y = a or b. a or b എന്നാണ് ഇത് വായിക്കുന്നത്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് സ്വിച്ചും ലാമ്പും വെച്ചിട്ടുള്ള സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. 2 സ്വിച്ച് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ ലൈറ്റ്
പ്രകാശിക്കും. 2 സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ലൈറ്റ് പ്രകാശിക്കാതിരിക്കുള്ളൂ. അതായത് 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 0 ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി മറ്റൊരു ഇക്വലന്റ് സർക്യൂട്ട് ഡയോഡ് ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് പൾസ് അല്ലെങ്കിൽ ഹൈ പൾസാണ് കൊടുക്കുന്നതെങ്കിൽ ഡയോഡ് ഫോർവേഡ് വൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ലഭിക്കും. 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും, ഔട്ട്പുട്ട് ലഭിക്കുകയില്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ആൻഡ് ഗേറ്റ് 2 സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്, 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. ഇൻപുട്ട് 2ഓ അതിലധികമോ ആവാം, ഔട്ട്പുട്ട് 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഗേറ്റിൻ്റെ എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 1 ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ അല്ലെങ്കിൽ ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. IC 7408 ആണ് ആൻഡ് ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. 2 സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 2 സ്വിച്ചും ക്ലോസ് ആണെങ്കിൽ, അതായത് ഹൈ ആണെങ്കിൽ മാത്രമേ ലൈറ്റ് പ്രകാശിക്കുകയുള്ളൂ. ട്രൂത്ത് ടേബിൾ കാണിച്ചിട്ടുണ്ട്. 2 ഇൻപുട്ടും 1 ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 1 ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ y = A ആൻഡ് B. നോർ ഗേറ്റ് എന്ന് വെച്ചാൽ ഓർ ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഓർ ഗേറ്റും നോട്ട് ഗേറ്റും ചേർന്നതാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ y = A or B ഡാഷ്. ഇതാണ് നോർ ഗേറ്റിൻ്റെ സിമ്പിൾ. നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരുന്നു. പക്ഷേ നോർ ഗേറ്റിൻ്റേത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുകയുള്ളൂ. ഓർ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻ A or B ഡാഷ് ആണ് വേണ്ടത്. ഇവിടെ ഡാഷിൻ്റെ കുറവുണ്ട്. IC 7402 ആണ് നോർ ഗേറ്റിൽ യൂസ് ചെയ്യുന്ന IC. അതിൽ 4 നോർ ഗേറ്റുകൾ ഉണ്ടാവും. സിംഗിൾ ICയിൽ 4 നോർ ഗേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് വെച്ചാൽ ഓർ ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ലോജിക് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ഗേറ്റ് ആണ്. 2ഓ അതിലധികമോ ഇൻപുട്ട് ഉണ്ടാവാം. ഒരു ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും ചേർന്നതാണ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ y = A ആൻഡ് B ഡാഷ്. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരുന്നു. പക്ഷേ നാൻഡ് ഗേറ്റിൻ്റേത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ലോ ആവുകയുള്ളൂ. 7400 IC ആണ് നാൻഡ് ഗേറ്റിൽ യൂസ് ചെയ്യുന്നത്. അതിൽ 4 നാൻഡ് ഗേറ്റുകൾ ഉണ്ടാവും ഈ 7400 ICയിൽ. എക്സോർ ഗേറ്റ് നമ്മൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ന് വിളിക്കും. 2ഓ അതിലധികമോ ഇൻപുട്ട് ആവാം. ഔട്ട്പുട്ട് 1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു 2 ഇൻപുട്ട് എക്സോർ ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. A, B എന്നിവ ഇൻപുട്ടാണ്. A XOR B ആണ് ഔട്ട്പുട്ട്. A XOR B = AB ഡാഷ് പ്ലസ് A ഡാഷ് B ആണ്. ഈ XOR ഗേറ്റിന് നമ്മൾ ഓഡ് 1 ഡിറ്റക്ടർ എന്നും കൂടെ വിളിക്കും.
ഈ ഇൻപുട്ട് പൾസിലെ നമ്പർ ഓഫ് 1 ഓഡാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് കാണിച്ചിട്ടുള്ളത്. B, A എന്നിവ ഇൻപുട്ട് ആണ്, Q ആണ് ഔട്ട്പുട്ട്. Q = A XOR B. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ നമ്പർ ഓഫ് 1 ഓഡാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഇവിടെ ഒരു 3 ഇൻപുട്ട് XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ കാണിച്ചിട്ടുണ്ട്. C, B, A എന്നിവ ഇൻപുട്ടാണ്. Q = A XOR B XOR C. അപ്പോൾ നമ്പർ ഓഫ് 1 ഇൻ ദി ഇൻപുട്ട് ഓഡാണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ 2 1 ഉണ്ട് ഇൻപുട്ടിൽ, ഔട്ട്പുട്ട് 0 ആണ്. ഇവിടെ ഒരു 1 ഉള്ളൂ, ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ 2 1 ഉണ്ട്, ഔട്ട്പുട്ട് 0 ആണ്. അവസാനത്തെ ഇൻപുട്ടിൽ 3 1 ആണുള്ളത്. 3 1 ആയപ്പോൾ ഓഡ് നമ്പറാണ്, അപ്പോൾ ഔട്ട്പുട്ട് 0 ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഓഡ് 1 ഡിറ്റക്ടർ എന്ന് XOR ഗേറ്റിനെ വിളിക്കും. ഓഡ് നമ്പർ ആണ് ഹൈ പൾസ് ഇൻപുട്ടിലെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. XOR ഗേറ്റിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. 2 സെറ്റ് ഓഫ് സ്വിച്ചസ് പാരലായിട്ട്, AB എന്നിവ പാരലായിട്ട്, അതിൻ്റെ ഒപ്പോസിറ്റ് കോൺഫിഗറേഷൻ A' B' പാരലായിട്ട് ഈ 2 സെറ്റുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 ഇൻപുട്ടും 0 ആണെങ്കിൽ, 0 0 ആണെങ്കിൽ വോൾട്ടേജ് ഇവിടെ എത്തും. പക്ഷേ ഈ A' എന്ന് വെച്ചാൽ എയുടെ ഓപ്പോസിറ്റാണ്, B'യുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ രണ്ടും ക്ലോസ് ആണെങ്കിൽ ഇവിടെ രണ്ടും ഓപ്പൺ ആയിരിക്കും, അപ്പോൾ ഔട്ട്പുട്ട് ലഭിക്കില്ല. ഇനി A 0 B 1 ആണെങ്കിൽ A ഓപ്പൺ ആണ്, B ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇവിടെ B ഓപ്പൺ ആണ്, A ക്ലോസ്ഡ് ആണ്. അപ്പോൾ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും, ഔട്ട്പുട്ട് ലഭിക്കും. ഇനി മൂന്നാമത്തെ ഇൻപുട്ട് 1 0, A ക്ലോസ്ഡ് ആണ്, B ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ A ഓപ്പൺ ആയിരിക്കും, B ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ സപ്ലൈ ഇതിലൂടെ പാസ് ചെയ്യും, A ആൻഡ് B' നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഇനി നാലാമത്തെ ഇൻപുട്ട് രണ്ടും ക്ലോസ് ആണെങ്കിൽ, എയും ക്ലോസ് ആണ്, ബിയും ക്ലോസ് ആണെങ്കിൽ ഇവിടെ രണ്ടും ഓപ്പൺ ആയിരിക്കും, അപ്പോഴും ഔട്ട്പുട്ട് ലഭിക്കില്ല. അപ്പോൾ ഇതാണ് ഒരു XOR ഗേറ്റിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ XOR ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ് A' B + AB'. ഏതെങ്കിലും ഈ ഇൻപുട്ടിലെ നമ്പർ ഓഫ് 1 ഓഡാണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ ബേസിക് ഗേറ്റുകളായിട്ടുള്ള നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, അതുപോലെ നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, XOR ഗേറ്റ് എന്നീ ഗേറ്റുകളുടെ സിമ്പല്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ, ലോജിക് എക്സ്പ്രഷൻ, ഏത് IC ആണ് അവയിൽ യൂസ് ചെയ്യുക എന്നിവ പഠിച്ചു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.